ശാസ്താംകോട്ട വിദ്യാധിരാജ നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ദളം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാകായിക മത്സരങ്ങൾ, ആദരവ് എന്നിവയും നടത്തി. ശാസ്താംകോട്ട പള്ളിക്കൽ വിദ്യാധിരാജ നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളാണ് ദളം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു. സ്കൂളെന്നാണ് അറിയപ്പെട്ടത്. ഇപ്പൊ അത് മോഡല് ചെയ്ത് പഠിച്ചിരിക്കുക LPS ആയി. ഇതിന് വേറൊരു പേരുണ്ട്, ജനങ്ങളെ അറിയണമെങ്കിൽ മാങ്ങാണ്ടി സ്കൂൾ എന്നാണ്. എന്നുവെച്ചാൽ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന സ്കൂളിലാണെന്ന് പറയണമെങ്കിൽ, പക്ഷെ ഇവിടുത്തെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കുട്ടികൾക്ക് അറിവും ബോധവും കഴിവും അവരുടെ സാധാരണമായ കഴിവുകൾ വികസിപ്പിക്കാൻ എടുക്കുകയും അവരോടൊപ്പം നിൽക്കുന്ന ടീച്ചർമാരുടെ കഴിവുള്ളത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നല്ല ഉയർന്ന തലത്തിൽ പോവുകയും മെഡിക്കൽ വിഭാഗത്തിലായാലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം ഒരു വർഷം തന്നെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഹൈടെക് സ്കൂളാക്കി. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിന്റെ തലമേലെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മാറി. പ്രീ പ്രൈമറി ആയാലും LP UP വിഭാഗമായാലും നല്ലൊരു തലത്തിലേക്ക് എത്തുകയാണ്. PTA പ്രസിഡന്റ് ജിഷാന്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി വിരമിക്കുന്ന LPS പ്രഥമാധ്യാപിക ബേബി CJയെ ആദരിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് SJ സജിത് കുമാർ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. കലാമത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ KH ഷാനവാസ് വിതരണം ചെയ്തു. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഈ പാട്ട് പാടുന്ന ആൾക്കാരുടെ പിള്ളേർക്ക് വല്ലാത്തൊരു വൈബാണ്. നമ്മൾ ഈ ഒരു സാധനം ഇല്ലാതെ കായിക മേഖലയെന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കൂടുതലും ചാടുന്ന കാണാൻ പറ്റുന്നത് ആകെപ്പാടെ 10 പിള്ളേരാണ്. ബാക്കി 90 എണ്ണം പോകുന്നത് കലാമത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ആൾക്കാരുടെ കൂടുതലായിരിക്കും. സയൻസായിട്ട് പോകുന്നതാണ്. നമുക്കെന്നൊക്കെ ഒരു അസൂയാണ് ഈ പാട്ട് പാടുന്നവരോട്. ഞങ്ങളോട് വയലിനൊക്കെ വായിക്കുന്ന പേര് കേട്ടത്. പക്ഷെ നമുക്ക് അവരോടൊക്കെ എപ്പോഴും ഒരു ആ സമയത്തൊക്കെ ഒരു അസൂയാണ്. നമുക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതിനുള്ളൊരു കഴിവുകളില്ല എന്നൊരു തോന്നുന്നത് നമ്മളെ പക്ഷേ ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കളെ ചിന്തിക്കേണ്ടത് പഠനം എന്ന് പറയുന്നത് മാത്രമാകരുത് കുട്ടികളിലേക്ക് നമ്മൾ. ഉല്ലാസ് കോവൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ ബിബി, ആർ സജിമോൻ, LPS സീനിയർ അസിസ്റ്റന്റ് ES രഘുനാഥൻ പിള്ള, ആർ മദനമോഹൻ, ബേബി ശ്രീജ ആർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.